സുഹൃത്തുക്കളെ, നമ്മൾ ചൈനയിലെ ഒരു ഉൾഗ്രാമത്തേക്ക് വന്നതാണ്. ഇവിടെ ഇഷ്ടം പോലെ ഓറഞ്ച് തോട്ടങ്ങളാണ്. ഈ മലൻ്റെ ചെരുവിൽ മൊത്തം ഓറഞ്ചുകളാണ്. അപ്പോൾ ഇവിടെ ഒരു മരത്തിൽ ഇഷ്ടം പോലെ ഓറഞ്ച് ഉണ്ട്. നമുക്ക് ഈ ഫാമിൻ്റെ ഓണർ ഒരു കൂടൊക്കെ തന്നിട്ടുണ്ട് ഓറഞ്ച് പറിക്കാൻ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓറഞ്ച് പറിച്ചു നോക്കട്ടെ. ജാഫർ ഒരു ഓറഞ്ചൊക്കെ തന്നിട്ടുണ്ട്. ഇത് മധുരം ഉണ്ടാവും നോക്കട്ടെ ആദ്യം. ഹലോ, ഇക്ബാലാണ്. അപ്പോൾ ചൈനയിലെ ഇവൂലുള്ളത്. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 1:30 മണിയായി. നമ്മൾ ഇപ്പോൾ ഒന്ന് റീഫ്രഷ്മെൻ്റ് ആയതാണ്. ഇനി നമുക്ക് ഇവിടെ ഒരു ഓറഞ്ച് തോട്ടമുണ്ട്. ഒരു ഹൈ റേഞ്ച് ഭാഗത്താണ്, അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളെ കുടുംബക്കാരുണ്ട്, പിന്നെ ജാഫറുണ്ട്. അപ്പോൾ വ്യത്യസ്തമായ ഇവൂൻ്റെ വില്ലേജിലെ ഫാമിൻ്റെ ഒക്കെ കാഴ്ചകളൊന്ന് കാണാൻ പറ്റുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ കാഴ്ചകൾ കാണാം. ഓക്കെ, ഇന്ന് നല്ല വെതർ കേട്ടോ, നല്ല സണ്ണി ഡേ ആണ്. അത്യാവശ്യം ചെറിയ രീതിയിൽ ചൂടുണ്ട്. ഏത് എളുപ്പമുള്ളല്ലേ ഇത് കാണിക്കുള്ളൂ. സിഗ്നലോ ടോളോ. നമ്മൾ ഏകദേശം ടൗണിട് വിട്ട് ഇപ്പം ഇങ്ങനെ കുറച്ച് ഒഴിഞ്ഞ ഭാഗത്തേക്ക് എത്തിയിട്ടാ. അപ്പം ഇങ്ങനെ ഒരുപാട് മലനിരകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നല്ല വെതർ ആയതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ടാണ് കാണുന്നുണ്ട്. പിന്നെ ഒരു ഫോഗ് ഉണ്ട് കേട്ടോ കുറച്ചൊക്കെ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ സൂര്യപ്രകാശം ഓപ്പോസിറ്റ് എന്നാണ്, അപ്പോൾ ആ ഒരു ക്ലിയർ കമ്മിയും ഉണ്ട്. എന്നാലും നമുക്ക് ഇനി പോകുമ്പോഴുള്ള നല്ല കാഴ്ച ഉണ്ടെങ്കിൽ വീഡിയോയിൽ പകർത്താം. റോഡൊക്കെ നല്ല മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ടണൽക്കാണ് പ്രവേശിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ആ ഒരു മുന്നിൽ കാണുന്ന മലാഗുണം അത് തുറന്നിട്ടുള്ളൊരു ടണലാണ്. അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആട്ടെ ഈ ഒരു ടണലിൽ നിന്ന്. അപ്പോൾ 2 ലൈനാക്കിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. 3 ലൈൻ അല്ലേ? നല്ല അടിപൊളി ടണല്. നല്ല LED ലാമ്പിങ് ഒക്കെ കൊടുത്തിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. നമ്മളൊരു ടണലിൻ്റെ ഉള്ളിൽ കൂടി പോകുന്ന ഒരു ഫീലിംഗ് ഇല്ല കേട്ടോ അതിന്. അപ്പോൾ ഈ ടണല് അവസാനിച്ചു. പുറത്ത് നമുക്ക് വെളിച്ചം കാണാം കേട്ടോ. ഇതിൽ നിന്ന് എക്സിറ്റ് ആവുകയാണേ. യെസ്, നമ്മൾ മലൻ്റെ ഈ ഒരു ഭാഗത്ത് കണ്ടെത്തി. ഇലക്ട്രിക് ലൈനുകൾ വലിച്ച കാഴ്ചയാണ് നമുക്ക് കാണേണ്ടത്. ഈ മലൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ നല്ല ഹൈ ടെൻഷൻ പവറുള്ള ലൈനുകളാണ്. നമ്മൾ ജസ്റ്റ് ഒരു 500 മീറ്ററിന് മൂവ് ചെയ്തുള്ളൂ, അപ്പോഴേക്ക് അടുത്ത ടണലെത്തിയിട്ടാ. ഇത് ഏകദേശം 3 കിലോമീറ്ററിൻ്റെ അടുത്തുള്ള ഒരു ടണലാണ്. എന്താണ് മൊഴൂഷൻ ടണൽ. യെസ്, ഈ ഒരു മല തുറന്നിട്ടുള്ള ടണൽ. ഏകദേശം നമ്മൾ ആദ്യം കയറിയ അതേ ടണലിൻ്റെ ഡിസൈൻ തന്നെയാണ്. ലൈറ്റുകളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പൂർണ്ണമായിട്ടും നമ്മൾ ഇവു സിറ്റിയിൽ നിന്നുണ്ട് വിട്ടുവിട്ടാ. അപ്പോൾ ഇങ്ങനെ റെസിഡൻഷ്യൽ മേഖലയ്ക്ക് എത്തി. അപ്പോൾ നമുക്ക് ധാരാളം വീടുകളുള്ള ഭാഗങ്ങൾ കാണാം. അവരെ കൃഷിയിടങ്ങളൊക്കെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ റോഡ് മുന്ന് അത്ര കണ്ട് കാഴ്ച കാണൂല കേട്ടോ, കാരണം അവർ റോഡിൻ്റെ 2 ഭാഗം മറച്ചിട്ടുണ്ട്. റെസിഡൻഷ്യൽ മേഖലയ്ക്ക് നമുക്ക് എന്താ പറയുക, റോഡിൽ നിന്നുള്ള ശബ്ദകോലാഹലങ്ങളൊന്നും എത്താക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ബാക്കിലൊക്കെ നമുക്ക് ഓരോ മലനിരകളായിട്ട് കാണാം. അതിൻ്റെ അടിയിലൂടെയാണ് ഈ റോഡ് ഇങ്ങനെ പോകുന്നത്. വിൻ്റർ ആയതുകൊണ്ട് ഇപ്പോൾ മരങ്ങളൊന്നും പച്ചപ്പില്ല, ഒക്കെ ഇല പൊഴിഞ്ഞ് ഇങ്ങനെ ഒരു സ്റ്റിക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ചൈനയിലെ വീടുകളാട്ടെ കണ്ടൊക്കെ
ഇവിടുത്തെ വീടുകൾ സിസ്റ്റം എങ്ങനെയാ വെച്ചാൽ എല്ലാം ഒരു ഏരിയയിൽ തന്നെ കയറും. ഏകദേശം ഒരേ ഡിസൈനാണ് ഇവിടെ വീടുകൾ വരുന്നത്. നമുക്ക് വല്ലാണ്ട് കാഴ്ച കിട്ടൂല റോട്ടിൽ നിന്ന്. ചൈനയിലെ കൃഷിപ്പാടങ്ങൾ അടയിക്കാണ്ട് നെല്ലോ ഗോതമ്പോ എന്തോ ഉണ്ടാക്കി വിളവെടുപ്പ് കഴിഞ്ഞതാണ്. കൊയ്ത്തൊഴിഞ്ഞ പാടങ്ങളാണ്. ആ ഭാഗങ്ങളിലൊക്കെ വീടുകളുള്ള ഭാഗമാണ്. അപ്പോൾ ഞങ്ങളെ മെയിൻ സ്റ്റേറ്റ് ഹൈവേ നിന്ന് ഡീവിയേറ്റ് ചെയ്തു കേട്ടോ. ഇപ്പോൾ ചെറിയൊരു പോക്കറ്റ് റോഡിൽ കയറി. അപ്പോൾ ഈ റോഡിൻ്റെ ഇരുഭാഗങ്ങളിലും നമുക്ക് പിന്നെ പാഡി ഫീൽഡാണ് കാണുന്നത്. അതിലൊക്കെ തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നുണ്ട്. കാര്യമായിട്ടൊരു വിളവെടുപ്പിൻ്റെ സമയമൊക്കെ കഴിഞ്ഞേക്കണം. തരിശായി കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ചൈനൻ്റെ ഗ്രാമ കാഴ്ചകൾ കാണാൻ വേണ്ടി ഞങ്ങൾ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ചിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ചെറിയ ഹൗസിങ് കോളനി പോലുള്ള വീടുകളും കാണാം. ഒരു ഭാഗത്ത് പാടമാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ ഭാഗത്ത് നമുക്ക് ഒരു വീടുകളുടെ മേഖല. ഇങ്ങനെ ഉണ്ടാക്കുന്നതുകൊണ്ട് മെയിൻ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ കൃഷി ചെയ്യാൻ ഒരുപാട് സ്ഥലങ്ങൾ കിട്ടും. മറ്റേത് അവിടെയും ഇവിടെയൊക്കെ നമ്മുടെ നാട്ടിൽ പോലെ വീടുകൾ ഉണ്ടാക്കിയാൽ കൃഷി ചെയ്യാൻ ഒരു ഭാഗം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് ചൈനക്ക് അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം അവർ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ. കോളിഫ്ലവർ പോലുള്ള സംഗതികൾ ധാരാളം കൃഷിയുണ്ട് ഇവിടെ. കോളിഫ്ലവർ അല്ലത് അവർ ഉപയോഗിക്കുന്ന സലാഡൊക്കെ ഉപയോഗിക്കേണ്ട പിന്നെ ഇലകളൊക്കെയാണ്. അപ്പം ഇങ്ങനെ ഒരു വില്ലേജ് ഭാഗങ്ങളിലൂടെ ഇങ്ങനെ പോയി നോക്കട്ടെ. ചൈനൻ്റെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി കാഴ്ചകൾ കാണാൻ പറ്റുമോ നോക്കാം. റോഡ് നല്ല സ്ട്രൈറ്റ് ആയിട്ടാണ്, നല്ല കാഴ്ചയാണ്. രണ്ട് ഭാഗങ്ങളിലും മരങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിട്ട് നല്ല കാഴ്ചയാണ് ഇവിടുന്ന് കിട്ടുന്നത്. പക്ഷെ ഒരു പ്രശ്നമുള്ളത് നമുക്ക് സൂര്യന് ക്യാമറയുടെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഒരു ക്ലിയർ കിട്ടൂല. എല്ലാവരും ഡാർക്കായിട്ടാണ് കാണുന്നത്. ഇതൊക്കെ ഒരു ഫ്രൂട്ടിൻ്റെ മരം കേട്ടോ. ഒക്കെ വിൻ്ററായിട്ട് ഇല പൊഴിഞ്ഞ് നിൽക്കുകയാണ്. നമ്മൾ സവർജിൽ പോലുള്ള ഒരു തോട്ടമാണിത്. ഇപ്പോൾ കുറച്ചിങ്ങനെ മുന്നോട്ട് വന്നപ്പോൾ നമുക്ക് റോഡ് സൈഡിലൊക്കെ ഓറഞ്ച് വിൽക്കുന്ന കച്ചവടക്കാരെ കാണട്ടാ. ഇതൊക്കെ ഈ ഭാഗങ്ങളിൽ കൃഷി ചെയ്യുന്ന ഓറഞ്ചുകളാണ്. ഒരു വാഹനം റോട്ടിലിട്ട് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. നായി ചേച്ചിൻ്റെ ആണായി ലാമൻറ്റോള്. ഓളെ പേര് തന്നെ കയറും കാറിൻ്റെ പേര്. ഇവിടുത്തെ ഒരു ചെറിയ ഒരു ഓട്ടോ രണ്ടാക്കി യാത്ര ചെയ്യാല്ലേ. സാധനം കൊണ്ടോ. ഇതൊക്കെ ഓറഞ്ചിന്റെ മരങ്ങളാട്ടാ ഈ കണ്ടൊക്കെ. ഏതോ ഉൾഭാഗത്ത് കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഈ റോഡ് സൈഡിലൊക്കെ നമുക്ക് ഓറഞ്ച് കച്ചവടക്കാരെ കാണാം. നമുക്ക് ഈ റോഡിൽ നിന്ന് എന്നിട്ട് ഉള്ളിലേക്ക് ഒന്നും കൂടി കയറി പോകണേ. ഇനി ഓറഞ്ച് ഫാമുകളൊക്കെ ഒന്ന് കാണാൻ പറ്റുമോ. ഈ ഭാഗങ്ങളിൽ ഒരുപാട് ഓറഞ്ച് കൃഷി ഉണ്ട് കേട്ടോ. അത് നിലത്ത് വീണ് കിടക്കുന്നുണ്ട്. അതൊക്കെ ഡാമേജുള്ള ഐറ്റംസ് ആണ്. ഇവിടുത്തെ മരങ്ങൾ ഓറഞ്ചിന്റെ മരം അധികം വലിപ്പമില്ല. ഇതാക്കണു വൈറ്റ് ഹൗസ്, അതിൻ്റെ ഉള്ളിലൊക്കെ ഓറഞ്ച് ഉണ്ട് കേട്ടോ. ഒക്കെ ഓറഞ്ചിന് വേണ്ടി ഉണ്ടാക്കിയ കൂടാരങ്ങളാണ്. നമുക്കിപ്പോൾ മൂന്നാർ ഇങ്ങനെയുള്ള മറ്റു ഭാഗങ്ങളിലൊക്കെ ഓറഞ്ച് മരം തന്നെ നല്ല വലിപ്പം ഉണ്ടാവുമല്ലോ. ഇവിടുത്തെ ഓറഞ്ചിന്റെ മരം ചെറിയ
മരമാണ്. ഏകദേശം നമ്മളൊരു അരൻ്റെ ആ ഒരു ഹൈറ്റ് ഇവിടുത്തെ മരങ്ങൾക്ക് കാണുന്നുള്ളൂ. നമുക്ക് ഈ മലന്റെ മുകളിലൊക്കെ ഓറഞ്ച് തോട്ടം കാണട്ടെ. ഇവിടെയൊക്കെ അങ്ങനെ കാഴ്ചക്കുന്ന ഇവിടെ തന്നെ കാണുന്നുണ്ട്. നമ്മളിങ്ങനെ ഒരു ചുരം കയറുന്ന പോലെ അങ്ങനെ കയറി പോട്ടാ. ഇവിടെ താഴോട്ട് നമുക്കൊരു വാട്ടർ ബോഡി കാണാട്ടോ. ഇവിടെ ഈ കൃഷിയൊക്കെ നനക്കാൻ ഉപയോഗിക്കുന്ന എന്തോ കുളം എന്താണ് സംഗതി. ഡാം പോലെ കെട്ടിണ്ടാക്കിയത് കാണാം. അവിടെയൊക്കെ ഇഷ്ടം പോലെ ഓറഞ്ച് മരങ്ങളുണ്ട്. ഈ ചെരുവിലൊക്കെ ഓറഞ്ചാണ്. അവിടെയൊക്കെ ഓറഞ്ച് വീണെടുക്കുന്നുണ്ട്. അപ്പോൾ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ചൈനയിലെ ഓറഞ്ച് തോട്ടത്തിലുള്ള കേട്ടോ. നമുക്ക് ഈ മരത്തിൽ ഇഷ്ടം പോലെ ഓറഞ്ചുകൾ കാണാം. ഞങ്ങൾ സൂം ചെയ്ത് കാണിച്ചു തരാം. നമ്മളെന്തായാലും ഇതിലേക്ക് ഇറങ്ങിയിട്ട് ഓറഞ്ച് പറിക്കുന്നുണ്ട്. ഇവിടെ താഴ്ഭാഗത്തൊക്കെ ഓറഞ്ച് വീണെടുക്കണം. ഓറഞ്ച് തിന്നാണ്ട് ഇങ്ങോട്ട് പോരിട്ടാ, തിന്ന് മരിക്കും. അമ്മാതിരി ഓറഞ്ചുകളാ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഇവു സിറ്റി എന്നൊക്കെ വിട്ട് ഒരു ഉൾഗ്രാമത്തേക്ക് വന്നാട്ടാ. ഇങ്ങോട്ട് വരാൻ എന്താ കാരണം വെച്ചാൽ ഇവിടെ ഇഷ്ടം പോലെ ഓറഞ്ച് തോട്ടങ്ങളുണ്ട്. അപ്പോൾ കുറേ ഓറഞ്ച് പറിച്ച് തിന്നണം, പിന്നെ ഓറഞ്ച് തോട്ടം കാണണം എന്ന ഉദ്ദേശത്തോടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കസിൻ ബ്രോനെ അറിയേണ്ട ഒരു ഫാമിലി ഉണ്ട് ഇവിടെ. അവരെ ഓറഞ്ച് എസ്റ്റേറ്റാണ് ഇതിന് ചുറ്റുമുള്ളത്. അപ്പോൾ അങ്ങോട്ട് വന്നതാണ്. അവരിവിടെ ഓറഞ്ച് കൾട്ടിവേറ്റ് ചെയ്ത് ബോക്സാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒക്കെ ഒന്ന് കണ്ടോ കേട്ടാ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇവരുതാണ് ഈ ഓറഞ്ച് ഫാം. ഇവിടെയൊക്കെ ഓറഞ്ച് പറിച്ച് പിന്നെ ബാസ്ക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് മാർക്കറ്റിലേക്ക് പോകാനുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ ഓണർ കേട്ടോ. ഓക്കെ താങ്ക് യു. നമുക്ക് ഈ ഒരു ചേച്ചി കവറൊക്കെ തന്നിട്ടുണ്ട് ഓറഞ്ച് പറിക്കാൻ. അപ്പോൾ എന്തായാലും പോയോക്കട്ടെ. ഈ ചെരുവ് മൊത്തം ഓറഞ്ച് തന്നെയാണ്. അപ്പോൾ ഇതൊരു വെറൈറ്റി കാഴ്ചയല്ലേ. നമുക്ക് നാട്ടിലിങ്ങനെ ഓറഞ്ച് തോട്ടങ്ങളൊന്നും കാണാൻ കഴിയില്ലല്ലോ. കാണാം, നമുക്ക് നമ്മളെ പിന്നെ ഭാഗങ്ങളൊക്കെ വിട്ടു പോകണം. ഇതൊക്കെ ഓറഞ്ചിൻ്റെ മരങ്ങളാണ്. പക്ഷെ വലിയ ഹൈറ്റ് ഇല്ല കേട്ടോ. ഏകദേശം നമുക്ക് ഒരാളെ ഹൈറ്റൊക്കെ ഈ മരങ്ങളുള്ളൂ. നമ്മൾ ഇന്ത്യയിലൊക്കെ കണ്ട ഓറഞ്ച് മരം അത്യാവശ്യം വലുതായി കയറും. ഇപ്പോൾ മൂന്നാറ് പിന്നെ ആ ഭാഗങ്ങളിലൊക്കെ ഓറഞ്ച് തോട്ടമുണ്ട്. അതൊക്കെ അത്യാവശ്യം വലിപ്പമുള്ള മരങ്ങളാണ്. രണ്ടാം ഹൈറ്റൊക്കെ ഉണ്ടാവും അവിടുത്തെ മരങ്ങളൊക്കെ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഓറഞ്ച് പറിക്കാനേ ഈ മലൻ്റെ ചെരുവിക്ക് ഇങ്ങനെ വന്നതാണ്. ഇവിടെ സൂക്ഷിച്ച് ഇറങ്ങിയില്ലെങ്കിൽ അടി കെടുക്കും. അപ്പോൾ നമുക്ക് ഈ ഫാമിൻ്റെ ഓണർ പറഞ്ഞു തന്നാണ് ഇവിടെ പോയി പറിക്കാൻ. ഒരു ബാസ്ക്കറ്റൊക്കെ തന്നിട്ടുണ്ട്. ബാസ്ക്കറ്റും കവറും നല്ല വലിയ വലിയ ഓറഞ്ചുകൾ നമുക്കിവിടെ കാണാം. അപ്പോൾ ഇതാണ് ഓറഞ്ച് തോട്ടം. ഈ മലഞ്ചെരുവിലാട്ടോ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് കുറച്ച് റിസ്ക് എടുത്ത് പറിക്കണം. എന്തായാലും നോക്കട്ടെ, പറിക്കാൻ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ചൈനയിലെ ഒരു ഉൾഗ്രാമത്തേക്ക് വന്നതാണ്. ഇവിടെ ഇഷ്ടം പോലെ ഓറഞ്ച് തോട്ടങ്ങളാണ്. ഈ മലൻ്റെ ചെരുവിൽ മൊത്തം ഓറഞ്ചുകളാണ്. അപ്പോൾ ഇവിടെ ഒരു മരത്തിൽ ഇഷ്ടം പോലെ ഓറഞ്ച് ഉണ്ട്. നമുക്ക് ഈ ഫാമിൻ്റെ ഓണർ ഒരു കൂടൊക്കെ തന്നിട്ടുണ്ട് ഓറഞ്ച് പറിക്കാൻ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓറഞ്ച് പറിച്ചു നോക്കട്ടെ. ജാഫർ ഒരു ഓറഞ്ചൊക്കെ തന്നിട്ടുണ്ട്. ഇത് മധുരം ഉണ്ടാവും നോക്കട്ടെ ആദ്യം. നല്ല അടുക്കും ചിട്ടിയിലാണ് ഈ ഒരു ഫാം ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. നമുക്ക് ആ ഭാഗത്തൊരു വാട്ടർ ബോഡി കാണാം. എനിക്കൊണ്ട് ഈ ഫാം നനക്കാൻ വേണ്ടി തയ്യാറാക്കിയ ഒരു കുളം എന്താണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഓറഞ്ച് മരത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അധികം ഹൈറ്റ് ഇല്ല കേട്ടോ. നമുക്ക് ഒരാളെ ഹൈറ്റൊക്കെ കാണുള്ളൂ. അടിപൊളി കേട്ടോ. ഞാനിപ്പോൾ കഴിച്ചു, നല്ല മധുരമാണ്. അപ്പോൾ എന്തായാലും അത് പറിക്കട്ടെ കേട്ടോ.
ഇഷ്ടം പോലെ ഓറഞ്ചാണ്. തിന്ന് ചാകും എന്നൊക്കെ പറയില്ല, അതാണ് ഇവിടെ അവസ്ഥ. ഈ കത്രിക ഉണ്ട്. ഓക്കെ, അപ്പോൾ സുഹൃത്തുക്കളെ, ചൈനയിലെ ഓറഞ്ച് തോട്ടത്തിലാണ്. ഇതൊരു വെറൈറ്റി ഇനം ഓറഞ്ചാണ്. നമ്മൾ നേരത്തെ കണ്ടത് ചെറിയ ഇനം ഓറഞ്ചാണ്. ഇതൊരു മുസമ്പിൻ്റെ ടൈപ്പുള്ള ഓറഞ്ചാണ് കേട്ടോ. അപ്പോൾ അത് പറിച്ചതാണ് ഇത്. ഒന്നുകൂടി പറിച്ചു നോക്കാം. നല്ല ഉറപ്പുണ്ടല്ലോ. അപ്പോൾ അത് പൊളിച്ചാണിത്. നമുക്കൊരു മുസമ്പിൻ്റെ ടൈപ്പ് ഓറഞ്ചാണ്. നല്ല അത്യാവശ്യം വലുപ്പമുണ്ട്. പിന്നെ അന്ന് നല്ല സണ്ണി ഡേ ആണ്, അത്യാവശ്യം വെയിലുണ്ട്, തണുപ്പ് കുറച്ച് കുറവുണ്ട്. അപ്പോൾ അത് കാട്ടി കൊടുത്താ കഴിക്കണ്ടേ. നല്ല മധുരമുള്ള ഓറഞ്ചാണ്, നാട്ടിൽ ഇങ്ങോട്ട് കിട്ടൂല. ആ ഭാഗത്ത് കാട്ടി കൊടുത്തു. ആ കാണ്ടൊക്കെ ഓറഞ്ച് ഫാം തന്നെയാണ്. അതൊക്കെ ഇങ്ങനെ ഷീറ്റ് ഇട്ടിട്ട് കളകൾ പൊന്താക്കാൻ വേണ്ടി ചെയ്യുക കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ബാക്കി ഓറഞ്ച് തോട്ടത്തിൻ്റെ കാഴ്ച കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടെ ഈ തോട്ടത്തിൻ്റെ ഉൾഭാഗത്തേക്ക് കയറിയപ്പോൾ നമുക്ക് ഇതിൽ മൂന്നാമത്തെ ഇനം ആയ ഒരു ടൈപ്പ് ഓറഞ്ച്, കുറച്ചുകൂടി ചെറിയ ഓറഞ്ചാണ്. ഇത് തോലെടുക്കുന്ന നിന്നിട്ടതാ. ആ, ഇത് കുറച്ചുകൂടെ ചെറിയ ഓറഞ്ചാണ്. നമുക്ക് ഈ ഓറഞ്ചുകളൊക്കെ ഇവിടെ മാർക്കറ്റിൽ കാണാൻ കഴിയും. ഇപ്പോൾ മെയിനായിട്ട് ഓറഞ്ച് സീസൺ ആയതുകൊണ്ട് വളരെ ചീപ്പാണ് ഓറഞ്ച്. അപ്പോൾ ഇതാണ് ഈ ചൈനയിലെ ഓറഞ്ച് തോട്ടത്തിൻ്റെ കാഴ്ച കേട്ടോ. നല്ല കിതപ്പുണ്ട്, കാരണം നമ്മൾ അത്യാവശ്യം ഒരു മലൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആൾട്ടിറ്റ്യൂഡിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്, പിന്നെ അങ്ങനെ മല കയറി വന്നതുമാണ്. അപ്പോൾ എന്തായാലും നല്ല വ്യത്യസ്തമായിട്ടുള്ള കാഴ്ച. ഇതുവരെ നമ്മളൊരു ഓറഞ്ച് തോട്ടത്തിൽ കാര്യമായിട്ട് കയറിയിട്ടില്ല. തുരുന്ന ഉണ്ടായിക്കൊണ്ട് ഏകദേശം ഒരു നെല്ലിക്കൻ്റെ കുറച്ചുകൂടി വലിപ്പമുള്ളൊരു ടൈപ്പ് ഓറഞ്ച്. നമുക്കൊന്ന് പറിച്ച് കഴിച്ചു നോക്കിയാലോ. ഇത് കാണുമ്പോൾ എന്താ പറയുക, അത് മൊത്തത്തിൽ മരം കൊടുക്കാനായിട്ട് കഴിക്കാൻ വേണ്ടി തോന്നും. നല്ല മധുരാട്ടോ. നമ്മളൊന്ന് കഴിച്ചു നോക്കിയിരുന്നു. അപ്പോൾ എന്തായാലും ഇത് കണ്ടാണ്. ഏയ്, അപ്പോൾ ഒന്ന് അറുത്ത് കഴിച്ചു നോക്കട്ടെ കേട്ടാ. നല്ല നീരുണ്ട്. ഇതൊക്കെ നമുക്ക് റയറായിട്ടേ കിട്ടുള്ളൂ ഇങ്ങനത്തെ ഐറ്റംസ്. തേനൂറും മധുരം. അപ്പോൾ ഇത് കുറച്ച് പറിക്കണം, നമുക്ക് ആ കൂടുതലാക്കണം. കുറേ കവറുണ്ട്, അതൊക്കെ ഫില്ല് ചെയ്യാണ്ട്. അടിപൊളി. നമ്മൾ ഈ ഓറഞ്ച് തോട്ടത്തിൽ നിന്ന് തൽക്കാലം പോവാണേ. നമുക്ക് സ്ട്രോബെറിൻ്റെ ഫാം ഉണ്ട്, അതുകൂടി ഒന്ന് കാണാൻ പറ്റുമോ നോക്കാം. അത് ഈ ഭാഗത്ത് ഇവിടെ നോക്കട്ടെ. ഇഷ്ടംപോലെ ഓറഞ്ച് തോട്ടങ്ങൾ ഈ ഭാഗത്തൊക്കെ അവർ പറിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ ചെരുവൊക്കെ ഉള്ളത് കൂടുതൽ ഓറഞ്ചുകൾ. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ തിരിക്കട്ടെ. ഇനി ചേച്ചിനെ ഒന്ന് കാണണം, ഈ ഫാമിൻ്റെ ഓണറെ. അപ്പോൾ കുറച്ചുകൂടെ ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ വേറെ ഒന്ന് രണ്ട് മരത്തിൽ ഇഷ്ടം പോലെ കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ ഓറഞ്ച് തോട്ടത്തിൽ നിന്ന് കയറിയിട്ടാ. നല്ല കിതപ്പുണ്ട്. താഴെ ഭാഗത്തു നിന്ന് ഈ ചെരുവിൽ നിന്ന് ഇങ്ങനെ റോഡ് വഴി കയറി വന്നു. അപ്പോൾ ഈ ചേച്ചിൻ്റെ ഫാമാണിത്. ഓറഞ്ച് ഇവിടെ പറിച്ച് വെച്ചാൽ കാണാം. പലതരം വെറൈറ്റി ഓറഞ്ചുകൾ. ഇത് നോർമൽ ഓറഞ്ച്, ഇത് മുസമ്പി പോലുള്ള ഓറഞ്ച്, അതായത് കുറച്ച് വലുപ്പമുള്ള ടൈപ്പ് ഓറഞ്ചാണ്.
അങ്ങനെ എല്ലാ ഓറഞ്ച് അവർ വേർതിരിച്ചിട്ട് മാർക്കറ്റിലേക്ക് പല ഗ്രേഡിലാണ് പോകുന്നത്. ഇത് മാതളം പോലുള്ളൊരു ഓറഞ്ചാണ്. അതിന് 2-3 ഗ്രേഡ് ഓറഞ്ച് അവർ ഇതിൽ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ഈ ചേച്ചി കുറേ ഓറഞ്ചൊക്കെ തന്നിട്ടുണ്ട്. നമ്മൾ ചൈനയിലെ ഇവുവിൻ്റെ ഔട്ട്സ്കട്ട്സിലുള്ള ആ ഒരു ഓറഞ്ച് ഫാം ഉണ്ട്, അവിടുന്ന് ഇങ്ങോട്ട് കയറി ഇനി നമുക്ക് പോകാനുള്ളത് ഇവിടുത്തെ ട്രഡീഷണൽ ബിൽഡിങ്ങുകളൊക്കെ ഉള്ള ഒരു ആൻസ്റ്റേറ്റ് ടൗൺ ഉണ്ട്. അതും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ആക്കാം. സമയം ഏകദേശം എത്രയായി? 3:30 ആയി. ഇനിയിപ്പോൾ ഏകദേശം 4-4:30 ആകുമ്പോൾ ഇവിടെ ഇരുട്ട് വീഴും. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളും കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് മൂവ് ചെയ്യണേ.